ഹായ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേഷനാണ്. നമ്മുടെ ഓണം എക്സാമിൽ സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്ററുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത് ആദ്യത്തെ 5 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ്. എന്നാൽ 5ാമത്തെ ചാപ്റ്റർ മുഴുവനായിട്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ടോ? നിലവിലെ സ്കീം ഓഫ് വർക്ക് പ്രകാരം നമുക്ക് ഈ പറഞ്ഞ ആഗസ്റ്റ് മാസത്തിനകത്ത് ലാസ്റ്റിലേക്കാണ് ഈ ഒരു 5ാമത്തെ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ 4 ചാപ്റ്ററുകൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളത് തീർക്കണം. അത് മുഴുവനായിട്ട് നിങ്ങൾ പഠിക്കണം. എന്നാൽ 5ാമത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം, എക്സാമിന് കൂടുതലായിട്ടും ചോദ്യങ്ങളൊക്കെ വരിക. മിക്കവാറും അത് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം ഈ പറഞ്ഞ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരിക. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, സോഷ്യൽ സയൻസിനകത്ത് 1 മുതൽ 4 വരെയുള്ള പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ മുഴുവനായിട്ട് തന്നെ പഠിക്കുക. 5ാമത്തെ ചാപ്റ്ററിന്റെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കുക. മൊത്തം 5 ചാപ്റ്റേഴ്സ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററുകളൊക്കെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ എല്ലാ ആൾക്കാരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, മക്കൾ ഇതുവരെ നമ്മുടെ ആപ്പിനകത്ത് ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ട്യൂഷൻ ഒന്നും ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സൈലത്തിന്റെ കിടിലൻ ബാച്ച് ആയിട്ടുള്ള യോധ ബാച്ച് ഉണ്ട്. താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചുവോ, യോധയുടെ ഭാഗമായിക്കോ. യോധയുടെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരുപാട് എക്സാമുകൾ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസുകൾ ഉണ്ടാവും. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോടൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത്തരത്തിലേക്കുള്ള കിടിലൻ ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ളതാണ് യോധ ബാച്ച്. അപ്പോൾ പെട്ടെന്ന് തന്നെ യോധ ബാച്ചിന്റെ ഭാഗമായി മാറുക. ഈ വരുന്ന ഓണം എക്സാം നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് മേടിക്കണം. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ.